Today we will discuss about diagonalization of a matrix. Diagonalization. നമ്മൾ ഡയഗണലൈസേഷൻ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് മെട്രിസസ് സിമിലർ മെട്രിസസ് എന്താന്ന് പറയാം. അപ്പോൾ സിമിലർ മെട്രിക്സ് എന്താ നോക്കാം. An n by n matrix M is said to be similar to an n by n matrix A if M equal to P inverse AP for some non-singular matrix P. അപ്പോൾ ഒരു മെട്രിക്സ് എം സിമിലർ ടു മെട്രിക്സ് എ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് പി കണ്ടുപിടിക്കാൻ പറ്റണം. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഒരു മെട്രിക്സ് പി കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് എം ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി. അപ്പൊ ഈ എന്ന് പറഞ്ഞ മെട്രിക്സിനെ ഇങ്ങനെ സിമിലർ മെട്രിക്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഈ ട്രാൻസ്ഫോർമേഷനെ നമ്മൾ പറയുന്ന പേരാണ് സിമിലറിറ്റി ട്രാൻസ്ഫോർമേഷൻ. This transformation which gives M from A is called a similarity transformation. അപ്പൊ ഈ ഇതിനെയാണ് നമ്മൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു റിസൾട്ട് ആണ്, സിമിലർ മെട്രിക്സിന്റെ കേസിൽ ഉള്ള ഒരു റിസൾട്ട് ആണ്. ഇഫ് M is similar to A, then M and A have the same characteristic equation and hence the same eigenvalues. അപ്പോൾ എം എന്ന് പറഞ്ഞ മെട്രിക്സ് എക്ക് സിമിലർ ആണെങ്കിൽ എമ്മിനും എക്കും സെയിം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയിരിക്കും. അതുപോലെ സെയിം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണെങ്കിൽ എന്തായാലും സെയിം ഐഗൺ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ സെയിം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആൻഡ് സെയിം ഐഗൺ വാല്യൂസ് ആയിരിക്കും. രണ്ട് മെട്രിക്സസ് സിമിലർ ആണെങ്കിൽ അതിന് രണ്ടിനും സെയിം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും സെയിം ഐഗൺ വാല്യൂസും ആയിരിക്കും. കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡയഗണലൈസേഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ഒരു മെട്രിക്സ് എപ്പോഴാണ് ഡയഗണലൈസബിൾ ആവുക എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഡയഗണലൈസബിൾ മെട്രിക്സിന്റെ ഡെഫിനേഷൻ ഇതാണ്. എ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി ഡയഗണലൈസബിൾ ഇഫ് ഇറ്റ് ഈസ് സിമിലർ ടു എ ഡയഗണൽ മെട്രിക്സ്. ഇപ്പോൾ രണ്ട് മെട്രിക്സ് എപ്പോഴാണ് സിമിലർ ആണെന്ന് നമുക്കറിയാം. ആ മെട്രിക്സ് ഇപ്പോൾ രണ്ട് മെട്രിക്സ് സിമിലർ ആണെങ്കിൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ എ എന്ന് പറഞ്ഞത് ഡയഗണലൈസബിൾ ആവണമെങ്കിൽ ആ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സിന് സിമിലർ ആയിരിക്കണം. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ സീറോ ആവുന്ന മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് തരുന്ന മെട്രിക്സ് എ ആണെങ്കിൽ അത് ഡയഗണലൈസബിൾ ആണെങ്കിൽ ആ മെട്രിക്സ് സിമിലർ ടു എ ഡയഗണൽ മെട്രിക്സ് ആവണം. അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡെഫിനേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഇഫ് എ നോൺ സിംഗുലർ n by n matrix P can be found so that P inverse AP equal to D. D is a diagonal matrix. Then we say that A can be diagonalized or is diagonalizable and that P diagonalizes A. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു നോൺ സിംഗുലർ n by n മെട്രിക്സ് പി കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് പി ഇൻവേഴ്സ് എ പി എന്ന് പറയുന്നത് ഒരു ഡയഗണലൈസബിൾ മെട്രിക്സ് ആണ്, അല്ല ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. പി ഇൻവേഴ്സ് എ പി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ. ഇങ്ങനെ ഒരു ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള ഒരു മെട്രിക്സ് പി കണ്ടുപിടിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഡയഗണലൈസബിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ പി എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡയഗണലൈസബിലിറ്റിന്റെ ഡെഫിനിഷൻ ഇതാണ്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 3x3 മെട്രിക്സിന്റെ കേസ് എടുക്കാം. അപ്പൊ എ എന്ന് പറയുന്ന ഒരു 3x3 മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. എ എന്ന് പറഞ്ഞത് 3x3 മെട്രിക്സ് ആണ്. അപ്പോൾ ഇത് ഡയഗണലൈസബിൾ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഡയഗണലൈസബിൾ ആണെങ്കിൽ നമുക്ക് എന്താ പറയാ, പി ഇൻവേഴ്സ് നമുക്കൊരു പി കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് പി ഇൻവേഴ്സ് എ പി എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഈ പി ഇൻവേഴ്സിനെ നമുക്കിവിടെ ലെഫ്റ്റിൽ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും, ലെഫ്റ്റിൽ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ഐ ആവും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, എ പി ഈക്വൽ ടു പി ഡി എന്ന് എഴുതാം അല്ലെ. ഡി എന്ന് പറയുന്നത്
ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പോൾ ഡീനെ നമുക്ക് ഒരു 3/3 ഡയഗണൽ മെട്രിക്സ് ആയിട്ട് എടുക്കാം. ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് 0 ആണ്. ഇവിടെ നമ്മൾ 3/3 മെട്രിക്സ് എടുത്ത്, അപ്പോൾ 3/3 ഡയഗണൽ മെട്രിക്സ് ആണ് വേണ്ടത്. ഇപ്പൊ ഇതാണ് ഡയഗണൽ മെട്രിക്സിന്റെ ഫോം, ജനറൽ ഫോം ആയിട്ട് എഴുതി. അപ്പൊ ഇതാണ് ഡയഗണൽ മെട്രിക്സ് കിട്ടി അല്ലെ. ഇനി ഇതില് ഈ പി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓരോ കോളം, പി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം നമ്മൾ P1 ആയിട്ടും സെക്കൻഡ് കോളം P2 ആയിട്ടും തേർഡ് കോളം P3 ആയിട്ടും എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്തറിയാം, AP = PD എന്ന് അറിയാം അല്ലെ. അപ്പൊ ഓരോ കോളത്തിന്റെ ബേസിൽ ചെയ്യാം. അപ്പൊ AP1 AP2 AP3 മൾട്ടിപ്ലിക്കേഷനാ ചെയ്തത്. ഞാനിപ്പോ ഓരോ കോളം ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെയല്ലേ മൾട്ടിപ്ലൈ ചെയ്യാം. = എന്താ PD അല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്ത് വരും, ഡി എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതാണ് അല്ല. ഡി എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതായതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, P1 ഒരു എലമെന്റേ ഉണ്ടാവുള്ളൂ അല്ലേ, D11, P2 D22, P3 D33 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ആണല്ലോ, ഒരു മെട്രിക്സും വെക്ടറൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിന്റെ മുന്നിലേക്ക് ഇടാം. അപ്പൊ എങ്ങനെ എഴുതാം, D11 P1 D22 P2 D33 P3. അപ്പൊ ഇതിൽ നമുക്ക് എന്താ പറയാം, AP1 = D11 P1. അടുത്തത് AP2 = D22 P2. AP3 = D33 P3. അപ്പൊ ഇവിടെ A എന്ന് പറയുന്നത് മെട്രിക്സ് ആണ്, P1 എന്ന് പറയുന്നത് എന്താ, വെക്ടർ ആണ്, കോളം വെക്ടർ അല്ലെ. D11 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇത് കണ്ടിട്ട് എന്താ തോന്നേ, നമ്മൾ ഐഗൻ വാല്യൂവിന്റെ ഐഗൻ വെക്ടറിന്റെ ആ ഡെഫിനിഷൻ വെച്ചിട്ട് എഴുതിയ പോലെ ഇല്ലേ, എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ അല്ലെ. D11 എന്ന് പറയുന്നത് ഐഗൺ വാല്യൂ ആണ് അല്ലെ, ഐഗൺ വാല്യൂ ആണ് നമുക്ക് കിട്ടും. എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഒരു ഐഗൺ വാല്യൂ ആണ് D11 എന്ന് പറഞ്ഞ വിത്ത് കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ P1 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ അതുപോലെ ഇവിടെ D22 എന്ന് പറയുന്നത് ഐഗൺ വാല്യൂ എന്ന് കിട്ടും, D33 എന്ന് പറയുന്നതും ഐഗൺ വാല്യൂ എന്ന് കിട്ടും. അപ്പൊ നമ്മൾക്ക് ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആക്കാൻ പറ്റും. അങ്ങനെ ഒരു ഡയഗണലൈസബിൾ മെട്രിക്സ് കിട്ടുമെങ്കിൽ ആ മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്തായിരിക്കും, D11 D22 D33 അതായിരിക്കും. നമുക്ക് ഇങ്ങനെ ഒരു ഡയഗണലൈസബിൾ മെട്രിക്സ് കിട്ടുവാണെങ്കിൽ അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും അതിന്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയ ഒരു ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഡയഗണലൈസബിൾ ആക്കാൻ പറ്റുമെങ്കിൽ ആ ഡയഗണലൈസബിൾ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് ആണ് ഐഗൺ വാല്യൂസ്. ഇനി നമുക്ക് കുറച്ച് തിയറങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 3-4 തിയറങ്ങൾ പഠിക്കാനുണ്ട്, നമ്മുടെ തിയറംസ്. അപ്പൊ ഡയഗണലൈസബിലിറ്റിന്റെ സഫിഷ്യന്റ് കണ്ടീഷൻസ് ആണ് ഫസ്റ്റത്തെ തിയറം. അപ്പൊ തിയറം പറയുന്നതാണ്, ഇഫ് ആൻ n/n matrix A has n linearly independent eigenvectors k1 k2 etc kn, then A is diagonizable and the matrix P with these eigenvectors k1 k2 etc kn as column vectors diagonalizes A. എന്ന് വെച്ചാൽ A എന്ന് പറഞ്ഞ മെട്രിക്സില് n ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൺ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ മെട്രിക്സ് ഡയഗണലൈസബിൾ ആയിരിക്കും. അപ്പോൾ n ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൺ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ മെട്രിക്സ് ഡയഗണലൈസബിൾ ആണെന്ന് നമുക്ക് പറയാം. പിന്നെ ആ മെട്രിക്സിൽ ആ ഐഗൺ വെക്ടേഴ്സ് k1 k2 എക്സെട്ര kn എന്ന് പറഞ്ഞ ഐഗൺ വെക്ടേഴ്സ് കോളം വെക്ടേഴ്സ് ആയിട്ട് എഴുതി കിട്ടുന്ന ആ മെട്രിക്സ് ആണ് P എന്ന് പറയുന്നത്. ആ മെട്രിക്സ് P ആണ് A എന്ന് പറഞ്ഞ മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് തിയറം.
ഇത് സഫീഷ്യന്റ് കണ്ടീഷനാണ്, നെസസറി അല്ല. എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ മെട്രിക്സ് നമ്മൾ ഇപ്പൊ സഫീഷ്യന്റ് കണ്ടീഷൻ ആയിട്ടേ പറയുന്നുള്ളൂ. ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൺ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഡയഗണലൈസബിൾ. നേരെ തിരിച്ച് നമ്മൾ പറയുന്നില്ല. ഡയഗണലൈസബിൾ ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൺ വെക്ടേഴ്സ് ഉണ്ടെന്ന് ഇവിടെ പറയുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ തിയറത്തിൽ നമ്മൾ ആ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അപ്പൊ തിയറം 2 ഇതാണ്, ക്രൈറ്റീരിയ ഫോർ ഡയഗണലൈസബിലിറ്റി. An n by n matrix A is diagonalizable if and only if A has n linearly independent eigenvectors. അപ്പൊ നമ്മളിവിടെ മുന്നേ പറഞ്ഞത് സഫീഷ്യന്റ് ആൻഡ് നെസസറി ആണെന്ന് ഈ തിയറത്തിൽ പറയുന്നുണ്ട് അല്ലെ. എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു n by n മെട്രിക്സ് A ഡയഗണലൈസബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് n linearly independent eigenvectors. എന്ന് വെച്ചാൽ ഒരു മെട്രിക്സ് എ എന്ന് പറഞ്ഞ n by n മെട്രിക്സിന് n ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൺ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡയഗണലൈസബിൾ ആണ്. അതുപോലെ ഒരു മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് n by n മെട്രിക്സ് ആണ്, അത് ഡയഗണലൈസബിൾ ആണെങ്കിൽ അതിന് n ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൺ വെക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇത് നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷനാണ്. ഇനി അടുത്തത് തിയറം 3 എന്ന് പറയുന്നത് അതൊരു സഫീഷ്യന്റ് കണ്ടീഷൻ മാത്രമാണ്. അപ്പൊ ഇഫ് ആൻ n by n മെട്രിക്സ് A has n distinct eigen values then A is diagonalizable. അപ്പോൾ ഒരു n by n മെട്രിക്സ് എക്ക് n ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് ഡയഗണലൈസബിൾ ആവും. പക്ഷെ നേരെ തിരിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആണെങ്കിൽ അതിന്റെ ഐഗൺ വാല്യൂസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഒരു ഐഗൺ വാല്യൂസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമുക്ക് ഡയഗണലൈസബിൾ ആണെന്ന് പറയാം. അതാണ് ഈ തിയറത്തിൽ പറയുന്നത്, സഫീഷ്യന്റ് കണ്ടീഷനാണ്. അപ്പൊ ഈ 3 തിയറം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതുപോലെ പി എന്ന് പറഞ്ഞ മെട്രിക്സ് ഡയറക്റ്റ് അങ്ങനെ കണ്ടുപിടിച്ച് ചെയ്യല് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മളോട് ഡയഗണലൈസബിൾ ആണോ മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിൽ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നതായിരിക്കും. ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുകയോ ഐഗൺ വാല്യൂസ് ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് ഡയഗണലൈസബിൾ ആണെന്ന് പറയാം. n ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൺ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയഗണലൈസബിൾ ആണെന്ന് പറയാം. പിന്നെ ഡയഗണലൈസബിൾ ആണെങ്കിൽ n ലീനിയർലി ഐഗൺ വെക്ടേഴ്സും ഉണ്ടാവും. അതാണ് 3 തിയറത്തിൽ കൺക്ലൂഡ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഇതൊക്കെ ഇപ്പം പഠിച്ചതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് തിയറോ ഡെഫിനിഷൻസോ ഒക്കെ കൂടുതൽ ക്ലിയർ ആവും.